ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മെജോറിറ്റി ഓഫ് ആളുകൾക്കും ചിലപ്പം സ്കിന്നിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരായിരിക്കാം. അത് ചിലപ്പം ഫംഗൽ ഇൻഫെക്ഷൻസ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻസെക്ട് ബൈറ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആവാം. ഇന്നത്തെ വീഡിയോയിലൂടെ ഫംഗൽ ഇൻഫെക്ഷൻസ് എന്താണ്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കാം, അതിൻ്റെ പ്രതിവിധികൾ, അതേപോലെ തന്നെ അതെങ്ങനെ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പടരുന്നത്, അതേപോലെ തന്നെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് കൊണ്ടാണോ എന്നൊക്കെ സംശയങ്ങൾ എല്ലാവർക്കും തന്നെ ഉണ്ടാവാം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസിനുള്ള ഒരു ആൻസർ ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. സ്കിന്നിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്ന് പറയുമ്പം മെജോറിറ്റി ഓഫ് ആളുകൾക്ക്, അതിപ്പോൾ കുട്ടികളാവട്ടെ മുതിർന്ന ആളുകളാവട്ടെ, മെജോറിറ്റി ഓഫ് ആളുകളിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഫംഗൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിംഗ് വേം, വട്ടച്ചൊറി എന്ന് നമ്മൾ സാധാരണ രീതിയിൽ പറയാറുണ്ട്. ഫംഗൽസിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൈക്രോ ഓർഗാനിസംസ് ആണ് കാൻഡിഡ ആൽബിക്കൻസ്, മെലാസീനിയ ഫർഫർ, ആസ്പെർഗില്ലസ്. ഇത്തരം ചെറു മൈക്രോ ഓർഗാനിസംസ് ആണ് നമുക്ക് ശരീരത്തിൽ ഇത്തരം ഇൻഫെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. മെലാസീനിയ ഫർഫർ അതൊരു ചെറു മൈക്രോ ഓർഗാനിസംസ് ആണ്. അത് നമ്മളെ സ്കാൽപ്പിലൊക്കെ ഡ്രൈനസ് അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലത്തെ അസുഖങ്ങൾ രൂപപ്പെടാവുന്നതാണ്. ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ തലയോട്ടി ജസ്റ്റ് നമ്മൾ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് പാച്ചസ് അല്ലെങ്കിൽ വൈറ്റ് പൊടി പോലെ കാണപ്പെടാവുന്നതാണ്. അതായത് കട്ടയായിട്ട് താരൻ തന്നെയാണ് ഈ ഒരു സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അതുണ്ടാക്കുന്ന ഒരു ഏജൻ്റാണ് ഈ മെലാസീനിയ ഫർഫർ എന്ന് പറയുന്നത്. സ്കാൽപ്പ് കൂടുതലായിട്ടും ഡ്രൈ ആവുക, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ചിലപ്പം സ്കാൽപ്പ് ഡ്രൈ ആവാം, അല്ലെങ്കിൽ സ്കാൽപ്പിൻ്റെ ആ ഒരു സെബം സെക്രീഷൻസിൽ ഇംബാലൻസ് വരികയും അങ്ങനെ സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലത്തെ അസുഖങ്ങൾ രൂപപ്പെടാവുന്നതാണ്. ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻസ് നമ്മളെ സ്കിന്നിനെ മാത്രമല്ല, ചിലപ്പോൾ നമ്മളെ വായ്ക്കകത്ത് കാണപ്പെടാം, നമ്മളെ നഖങ്ങളിൽ കാണപ്പെടാം, അതേപോലെ തന്നെ നാവിൻ്റെ അകത്ത് കാണപ്പെടാം. അങ്ങനെ ഓരോ ബോഡി പാർട്സിനെയും ചിലപ്പോൾ ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻസ് ബാധിച്ചെന്ന് വരാവുന്നതാണ്. ഈ സ്കിന്നിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മളെ നഖത്തിൽ ഉണ്ടാവുന്ന ഒരു തരം ഫംഗൽ ഇൻഫെക്ഷൻ ആണ് പെരോനീക്കിയ, കുഴി നഖത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ. അതും ഒരു തരം നെയിലുണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ആണ്. ഈ നഖങ്ങൾക്കൊക്കെ ഉണ്ടാവുന്ന ഒരു തരം ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ് പെരോനീക്കിയ എന്ന് പറയുന്നത്, കുഴി നഖത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ. നഖങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പോവുക, നഖത്തിൻ്റെ ഈ ഒരു നെയിൽ ബഡിന് ചുറ്റും സ്വെല്ലിങ് അല്ലെങ്കിൽ നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ, പസ് നിറയുന്ന ഒരു അവസ്ഥകൾ, വേദന അനുഭവപ്പെടുക, അതൊക്കെയാണ് മെജോറിറ്റി ഓഫ് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ പെരോനീക്കിയ എന്ന് മെഡിക്കലി പറയാറ്. അങ്ങനെ ഓരോ ബോഡി പാർട്സിനെയും ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫംഗസ് ബാധിക്കാവുന്നതാണ്. മെജോറിറ്റി ഓഫ് ഫംഗസിൽ വരുന്നതാണ് ടീനിയ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഫുള്ളായിട്ട് ഈ ഒരു ടീനിയ ഇൻഫെക്ഷൻസ് വരികയാണെങ്കിൽ അതിന് ടീനിയ കോർപ്പോറിസ് ഒക്കെ എന്ന് മെഡിക്കലി പറയാറുണ്ട്. അപ്പോൾ ടീനിയ എന്ന് പറയുന്നത് ഏറ്റവും ഗ്രൂപ്പ് ഓഫ് ഫംഗസ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ, അതിൻ്റെ ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ നമ്മൾ കാണപ്പെടുന്ന ഒരു സ്കിൻ സർഫസ് നോക്കുകയാണെങ്കിൽ, സ്കിന്നിൽ ജസ്റ്റ് ഒരു വൈറ്റ് അല്ലെങ്കിൽ റൗണ്ട് കളറായിട്ട് ഒരു പാച്ചസ് പോലെ കാണപ്പെടാവുന്നതാണ്. ഉള്ളിൽ ഒരു റെഡ് കളറും അതിന് ചുറ്റുമായിട്ടും ഒരു വൈറ്റ് സ്കെയിൽസ് അല്ലെങ്കിൽ വൈറ്റ് പൊടി പോലെ കാണപ്പെടാവുന്നതാണ്. നല്ല രീതിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാവുന്നതാണ്. എസ്പെഷ്യലി രാത്രി കാലങ്ങളിലും ചൂട് സീസണിലൊക്കെ ആയിരിക്കാം ഈ ഒരു ചൊറിച്ചിലിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടി വരുന്നത്. പക്ഷേ ചൊറിഞ്ഞു കഴിഞ്ഞാലും അത് കൂടുതൽ കോംപ്ലിക്കേഷൻസിൽ ലീഡ് ചെയ്യുള്ളൂ, എന്നാൽ അത് കുറയുന്ന ആ ഒരു ടെൻഡൻസിയിലേക്ക് വരത്തില്ല. അപ്പോൾ മാക്സിമം ആ ഒരു സ്ക്രാച്ചിങ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറു ചൂടുവെള്ളമോ അല്ലെങ്കിൽ ഉപ്പിട്ട വെള്ളം വെച്ചിട്ട് നന്നായിട്ട് കഴുകി കളയാൻ ശ്രമിക്കുക. നമ്മൾ എഗെയിൻ സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ നഖത്തിൽ അത് ഇൻഫെക്റ്റഡ് ആവുകയും അതിൻ്റെ ഭാഗമായിട്ട് പല കോംപ്ലിക്കേഷൻസും ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻസ് നമ്മളെ ബാധിക്കാനുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തേത് പ്രതിരോധശേഷി കുറവ്, ലോ ഇമ്മ്യൂണിറ്റി. കുട്ടികളെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പോഷകാഹാരങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ പ്രതിരോധശേഷി ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ആവും. ഫംഗൽ ഇൻഫെക്ഷൻസ് മാത്രമല്ല, മറ്റ് പല രീതിയിലുള്ള വൈറൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അതായത് കുട്ടികളെ കേസസിലാണെങ്കിൽ പെട്ടെന്ന് ജലദോഷം, പനി, കഫക്കെട്ട്, ചുമ, ശ്വാസം തിങ്ങുന്ന ബുദ്ധിമുട്ടുകളെല്ലാം അഫക്റ്റ് ചെയ്യാവുന്നതാണ്. ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് അറ്റാക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ലോ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധശേഷി കുറവ് ഒരു കാരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. രണ്ടാമത്തേത് ലോ ഇൻടേക്ക് ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ്. അതായത് നമ്മളെ ഭക്ഷണത്തിൽ ധാരാളം പോഷകാഹാരങ്ങൾ നിറഞ്ഞിട്ടുള്ള ആ ഒരു ഫുഡ് ഐറ്റംസ് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ, അതായത് പ്രോട്ടീൻസും ഫൈബേഴ്സും
അതേപോലെ തന്നെ മിനറൽസും വിറ്റമിൻസും ഒന്നും നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഓൾ ടുഗദർ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി റെഡ്യൂസ് ആവുകയും നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാനുള്ളൊരു ചാൻസസ് ഉണ്ട്. ഇനി മറ്റൊരു റീസൺസ് എന്ന് പറയുന്നത് നിങ്ങളെ ഹൈജീനാണ്. കൃത്യമായിട്ട് നിങ്ങളെ ബോഡി ഹൈജീൻ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ബോഡി ഒരു ക്ലീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും ഇൻഫെക്ഷൻസ് വരാവുന്നതാണ്. അതായത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ക്ലോത്ത്സ് എഗെയിൻ യൂസ് ചെയ്യുക, വാഷ് ചെയ്യാതെ തന്നെ യൂസ് ചെയ്യുക, അതേപോലെ തന്നെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുന്നില്ല, നമ്മളെ ബോഡി പാർട്സ് ഒന്നും കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുന്നില്ല, അതേപോലെ തന്നെ നമ്മളെ ബോഡി കൃത്യമായിട്ട് ഒരു ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് കൃത്യമായിട്ട് നമ്മളെ ബോഡി വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ് കൃത്യമായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യുക, സൺലൈറ്റിന് എക്സ്പോഷർ ചെയ്യുക, ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു ഇൻഫെക്ഷൻസ് പെട്ടെന്ന് നമ്മളിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അതേപോലെ ചില അസുഖത്തിൻ്റെ ഭാഗമായിട്ടും ഡയബറ്റിസ്, ഒബേസിറ്റി, അതേപോലെ തന്നെ ഫാറ്റി ലിവർ കംപ്ലയിൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഒരു റെയർലി ഇത്തരം കംപ്ലയിൻസ് അഫക്റ്റ് ചെയ്യാവുന്നതാണ്. മെജോറിറ്റി കേസ് നോക്കുകയാണെങ്കിൽ ലോ ഇമ്മ്യൂണിറ്റിയാണ് ഇതിൻ്റെ മെയിൻ റീസൺസ് എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പടരുന്നത്? കോണ്ടാക്റ്റ് തന്നെയാണ്. അതായത് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളൊരു വ്യക്തിയുടെ ചൊറിച്ചിൽ പോയി തൊട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പം മറ്റൊരു വ്യക്തിയിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. രണ്ടാമത്തേത്, നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ക്ലോത്ത്സ് മറ്റൊരു വ്യക്തിയിലേക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ടവൽ, സോക്സ്, ബെഡ്ഷീറ്റ്, അതേപോലെ തന്നെ ഇന്നർവെയർസ്, മറ്റുള്ള എന്തെങ്കിലും ക്ലോത്ത്സ് ഒക്കെ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു മോഡ് ഓഫ് സ്പ്രെഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന പെറ്റ്സ്, ഇപ്പം നായയോ പൂച്ചയോ അല്ലെങ്കിൽ ചെറു മത്സ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു പെറ്റ്സ് വഴി കോണ്ടാക്ട് വരികയാണെങ്കിലും ഈ ഒരു ഇൻഫെക്ഷൻസ് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. മെജോറിറ്റി ഓഫ് ആളുകൾ ഇത്തരം ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു ആൻറ്റി ഫംഗൽ ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോഷൻസ് വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് സപ്രസ് ചെയ്ത് കളയുന്നു. ആദ്യത്തെ 2 ദിവസം ചിലപ്പോൾ അതൊരു റിലീഫ് ഉണ്ടാവും. ഒരു 3rd ഡേ ആവുമ്പോൾ തന്നെ അത് പിന്നെയും ആ ഒരു ഇൻറ്റൻസിറ്റി കൂടിയ രീതിയിൽ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സെൽഫ് ട്രീറ്റ്മെൻറ്റ് ഇത്തരം ഇൻഫെക്ഷൻസിന് ചെയ്യുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഹോമിയോപ്പതി ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ ഇത്തരം ഫംഗൽ ഇൻഫെക്ഷൻസ് ധാരാളം മെഡിസിൻസ് അവൈലബിൾ ആണ്. അതിൻ്റെ റൂട്ട് കോസ് നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഹോമിയോപ്പതിയിലുണ്ട്. ഇനി ഇത് അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ഇത്തരം ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം, ഒന്നാമത്തേത് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ യൂട്ടൻസിൽസ്, അതായത് നിങ്ങളെ ക്ലോത്ത്സ്, നിങ്ങളെ മെറ്റീരിയൽസ് എല്ലാം നിങ്ങളൊരു നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ക്ലോത്ത്സ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെയിൽ കൊള്ളാൻ ശ്രമിക്കുക. ഈ ഒരു കംപ്ലയിൻസ് മെജോറിറ്റി ഓഫ് ഹോസ്റ്റൽ സ്റ്റുഡൻസിനാണ് എഫക്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റീസൺസ് എന്താണ്? ഹൈജീൻ തന്നെയാണ്. കൃത്യമായിട്ട് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആവാൻ വളരെ ചാൻസസ് കൂടുതലാണ്. അപ്പം ഹൈജീൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. നിങ്ങളെ ക്ലോത്ത്സ് ആയാലും നിങ്ങളെ എല്ലാ യൂട്ടൻസിൽസ് ആയാലും കൃത്യമായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങളെ ഭക്ഷണ രീതികളും, ഞാൻ പറഞ്ഞു ലോ ഇമ്മ്യൂണിറ്റിയാണ് ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു. അപ്പം ഭക്ഷണം, അതായത് കൃത്യമായിട്ട് പോഷകാഹാരങ്ങൾ നിറഞ്ഞ ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. ഈ ഈസ്റ്റ്, ചീസ് ഐറ്റംസ്, കോഫി, പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ, അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെ നമ്മളെ ബോഡിയിൽ ഒരു തരം ടോക്സിസിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് സ്പ്രെഡ് ആവാനോ അല്ലെങ്കിൽ പെട്ടെന്ന് അഗ്രവേറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി കൂടാനുള്ള ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സാണ് ഈ പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻടേക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് യൂഷ്വലി അറിയുന്ന അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കേട്ടുപരിചയമുള്ള ഒരു ഫുഡ് ഐറ്റം അല്ലെങ്കിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മഞ്ഞൾ എന്ന് പറയുന്നത്. അതൊരു ഗ്രേറ്റ് ആൻറ്റി മൈക്രോബിയൽ അല്ലെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റി വൈറൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടിനെ കുറയ്ക്കാനും ഇത്തരം ഇൻഫെക്ഷൻസ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. മഞ്ഞളിലെ കുർക്കുമിൻ എന്ന കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം ഇൻഫെക്ഷൻസിനെ അത് പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുന്നത്. അപ്പം മഞ്ഞൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഭക്ഷണ രീതിയിലും അല്ലെങ്കിൽ ഭക്ഷണത്തിലെല്ലാം മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഇൻഫെക്ഷൻസ് വരുന്നത് നമുക്ക് തടയാൻ പറ്റുന്നതാണ്. ഒരു ടീസ്പൂൺ മഞ്ഞൾ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് വേണമെങ്കിൽ അലോവേറ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇൻഫെക്റ്റഡ് പാർട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്രാച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ചൊറിഞ്ഞ് അതിനെ ഇൻഫെക്റ്റഡ് ആക്കാതെ മാക്സിമം സാൾട്ട് വാട്ടർ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ഈ പറഞ്ഞിട്ടുള്ള ആൻറ്റി മൈക്രോബിയൽ ആക്ഷൻ ആയിട്ടുള്ള മഞ്ഞൾ യൂസ് ചെയ്യാവുന്നതാണ്.
അതേപോലെ തന്നെ കോക്കനട്ട് ഓയിലും അതൊരു ഗ്രേറ്റ് ആൻറ്റി മൈക്രോബിയൽ ആക്ഷൻ ഉള്ളതാണ്. അതായത് നമ്മൾ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കോക്കനട്ട് ഓയിൽ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നുള്ളു മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഇൻഫെക്റ്റഡ് പാർട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഗ്രേറ്റ് പ്രീബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് യോഗേർട്ട് അല്ലെങ്കിൽ തൈര്, മോര്. ഇത് മാക്സിമം കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ ദഹനം പ്രോപ്പറായി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് വരുന്നതും അതേപോലെ തന്നെ പ്രതിരോധശേഷി കുറവിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെയാണ് ആപ്പിൾ സിഡർ വിനെഗർ. അത് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഇൻഫെക്റ്റഡ് പാർട്ടിൽ ജസ്റ്റ് ഒരു കോട്ടൺ വെച്ചിട്ട് ക്ലീൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻഫെക്ഷൻസിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഇൻഫെക്ഷൻസ് വരുന്നത് അല്ലെങ്കിൽ ഇത്തരം ഫംഗൽ ഇൻഫെക്ഷൻസിൻ്റെ വരുന്ന ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.